ഒരു കൊഞ്ച് കറി ഉണ്ടാക്കിയാലോ? ഇതുപോലെ ഗ്രേവി ആയിട്ടാണേലും കുറച്ചൊന്ന് കുറുകിയ രൂപത്തിലാണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ആദ്യം തന്നെ മീഡിയം സൈസിലുള്ള ഒരു സവാളയുടെ പകുതിയും അതുപോലെ മീഡിയം സൈസിലുള്ള തന്നെ 2 തക്കാളിയും കൂടി എടുത്ത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക ഉണ്ടെങ്കിൽ ഒരു ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നുറുക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ മൊരിഞ്ഞൊന്നും വരണ്ട, അതിന് മുൻപ് തന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഈർപ്പൊക്കെ ഒന്ന് വറ്റി വരും. അതിനുശേഷം വീണ്ടും 1 മിനിറ്റ് കൂടെ ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ട് ഇളക്കുമ്പോഴത്തേക്കും അതിലുള്ള ആ ഒരു എണ്ണയുടെ ചൂടിൽ ഒന്ന് മൊരിഞ്ഞു വരും. ഇനി ഇതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടെ ചേർത്തിട്ട് ആ ഒരു റോ മണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി വേണ്ടത് ചെറിയുള്ളി അരിഞ്ഞത് ഒരു 1/2 കപ്പോളം ചേർത്ത് കൊടുക്കാം. ഇനി ചെറിയുള്ളി ഇല്ല എങ്കിൽ സവാള നമുക്ക് ചേർത്താൽ മതിയാവും. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ തക്കാളി പേസ്റ്റ് ചേർക്കുന്നതിന് മുന്നേ തന്നെ ആ ഒരു എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ആ ഒരു തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ചെയ്താൽ മതിയാവും. ഇതിലിപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കൊഞ്ച് ചേർത്ത് കൊടുക്കുന്നത്. കൊഞ്ചും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒതുക്കി അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 1 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടെ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം, ഉപ്പും എരിവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നല്ല കുറുകിയ രൂപത്തിലുള്ള നമ്മുടെ ആ ഒരു കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ടാവും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്